KSU പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടു. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്ത്രി മടങ്ങി. ഫെലിക്സ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഫെലിക്സ്, രാഷ്ട്രീയ കേരളത്തിൽ വലിയ വിവാദ കൊടുങ്കാറ്റായി മാറിയ സംഭവമാണ്. അങ്ങനെ വിദഗ്ധ ചികിത്സ പൂർത്തിയാക്കി പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് എപ്പോഴാണ് മന്ത്രി മടങ്ങിയത്? എങ്ങനെയായിരുന്നു തിരുവനന്തപുരത്തേക്കുള്ള യാത്ര? ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലായിരുന്ന മന്ത്രി വീണ ജോർജ് ആശുപത്രി വിട്ടത്. വളരെ വേഗം തന്നെ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കി. ഇന്നലെ രാത്രി ഓൺലൈനായി മെഡിക്കൽ ബോർഡ് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടെന്ന് മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാമെന്നുമുള്ള തീരുമാനത്തിലേക്ക് എത്തി. മന്ത്രിക്ക് എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയുന്നുണ്ട്, രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി എന്നതാണ് മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷം ഡോക്ടർമാർ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ നേരത്തെ, അതായത് പുലർച്ചെ 4 മണിക്ക് തന്നെ മന്ത്രി ആശുപത്രി ഡിസ്ചാർജ് നടപടി പൂർത്തിയാക്കി മന്ത്രി ആശുപത്രി വിട്ടു എന്നതാണ്. തിരുവനന്തപുരത്തേക്കോ പത്തനംതിട്ടയിലേക്കോ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തേക്കാണ് മന്ത്രി പോകുന്നത് എന്നതാണ്. അങ്ങനെ ഇനിയുള്ള തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മന്ത്രി നേരിട്ട് തനിക്ക് ഡിസ്ചാർജ് വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. കാരണം എത്രയും വേഗം ഇവിടെ നിന്ന് മടങ്ങണം എന്നതാണ് മന്ത്രിയും ആഗ്രഹിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇങ്ങനെ ഡിസ്ചാർജ് നടപടികൾ വളരെ വേഗത്തിലാക്കാൻ തീരുമാനമെടുത്തത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതിവേഗമായിരുന്നു ഡിസ്ചാർജ് നടപടികൾ. പുലർച്ചെ 4 മണിക്ക് തന്നെ ആശുപത്രിയിൽ നിന്നും മന്ത്രി പുറത്തേക്ക് പോയി കാറിന് യാത്ര ചെയ്തു എന്നതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. പക്ഷേ അക്കാര്യത്തിലൊന്നും തന്നെ ഇപ്പോഴൊരു സ്ഥിരീകരണമില്ല. ഏതായാലും മന്ത്രിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്നതാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. അതായത് മന്ത്രിക്ക് കഴുത്തിന് വേദനയുണ്ടായിരുന്നു, അത് ശരീരത്തിലേക്ക് വ്യാപിച്ചു. കൈക്കടക്കം വേദനയുണ്ടായിരുന്നു, രക്തസമ്മർദ്ദം ഉയർന്ന നിലയിലായിരുന്നു എന്നതാണ് ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ അതൊക്കെ തന്നെ മരുന്ന് നൽകി ആരോഗ്യനില ഏതാണ്ട് മെച്ചപ്പെടുന്ന രീതിയിലേക്ക് എത്തിയ സമയത്താണ് അതിവേഗം ഇപ്പോൾ ഡിസ്ചാർജ് നടപടികൾ പൂർത്തിയാക്കി മന്ത്രി കണ്ണൂരിൽ നിന്നും മടങ്ങിയിട്ടുള്ളത്. ഒരു വശത്ത് വലിയ പ്രതിഷേധം, അല്ലെങ്കിൽ ഈ മന്ത്രിയുടെ ഈ ആശുപത്രിയിലേക്ക് എത്തിയതും ചികിത്സയും ഒക്കെ തന്നെ ഒരു നാടകമാണ്, അഭിനയമാണ് എന്ന രീതിയിൽ KSUവും കോൺഗ്രസും ഒക്കെ തന്നെ വലിയ വിമർശനം ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഇനിയുള്ള തുടർ ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കുമെന്നതാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിക്ക് കഴുത്തിലാണ് പരിക്കേറ്റത്. ആ കഴുത്തിലുണ്ടായ ക്ഷതത്തിൽ വലിയ വേദന ശരീരത്തിലെമ്പാടും അനുഭവപ്പെടുകയും ചെയ്തു എന്നതാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. അതിന് പെയിൻ കില്ലർ അടക്കമുള്ള മരുന്നുകൾ നൽകുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ശാരീരിക അവശതകൾ കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഡിസ്ചാർജ് ചെയ്തത് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിലും തിരുവനന്തപുരത്തേക്കാണ് മന്ത്രി മടങ്ങിയിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ആരോഗ്യമന്ത്രിയുടെ ആരോഗ്യ നില മെച്ചപ്പെട്ടതോടെ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീണ ജോർജ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് അല്ലെങ്കിൽ പത്തനംതിട്ടയിലേക്ക് തിരിച്ചു. കാറിലാണ് യാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഒരു സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. എന്തായാലും ഈ ദൃശ്യങ്ങൾ എവിടെ, ആക്രമിച്ച ദൃശ്യങ്ങൾ എവിടെ എന്നാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSUവും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള പരിശോധനകൾ മന്ത്രിക്ക് നടന്നിരുന്നു. MRI സ്കാനൊക്കെ വിധേയമാക്കിയിരുന്നു. അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമില്ല, പക്ഷേ കഴുത്തിന് ക്ഷതമേറ്റിട്ടുണ്ട്. ആ വാദത്തിൽ തന്നെ അത് KSUവിന്റെ ആക്രമണത്തിൽ ഉണ്ടായ പരിക്കാണ് എന്നുള്ള വാദത്തിൽ തന്നെയാണ് CPM മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുമ്പോൾ ചോദ്യങ്ങളുമായി ഇക്കാര്യത്തിൽ പ്രതിപക്ഷം മുന്നോട്ട് വരുന്നതും വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.